കാസർഗോഡ് ചിറ്റാരിക്കലിൽ സ്കൂൾ അസംബ്ലിയിൽ ദളിത് വിദ്യാർത്ഥിയുടെ മുടി മുറിച്ച കേസിൽ പോലീസിന് ഗുരുതര വീഴ്ച. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് 3 മാസമായിട്ടും മുടിമുറിച്ച പ്രധാനാധ്യാപിക ഷേർലി ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ച് പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ആദിവാസി ക്ഷേമ സമിതി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 19 കേസിനാസ്പദമായ സംഭവം. കോട്ടമല MGMA UP സ്കൂളിൽ മുടി നീട്ടി വളർത്തിയതിന് അസംബ്ലിയിൽ വെച്ച് പ്രധാനാധ്യാപിക 5ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മുടി മുറിച്ചു. അധ്യാപകരും മറ്റു വിദ്യാർത്ഥികളും നോക്കി നിൽക്കുകയായിരുന്നു അതിക്രമം. കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ പ്രധാനാധ്യാപിക ഷേർലിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ, JJ ആക്ട് തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. കർശന നടപടി ഉറപ്പാക്കുമെന്ന് മന്ത്രി K. രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞു. കാസർഗോഡുള്ള ഒരു സ്കൂളിലെ 5ാം ക്ലാസ് കുട്ടിയെ ആ കുട്ടി മുടി നിർബന്ധിതമായി മുറിപ്പിച്ചു എന്നാണ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി കാസർഗോഡ് കളക്ടറോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിനോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറ്റകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണ് ചോദ്യം. വിദ്യാഭ്യാസ വകുപ്പിന്റെയും ബാലാവകാശ കമ്മീഷന്റെയും അന്വേഷണം എന്തായി? ജാമ്യമില്ലാ വകുപ്പുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അധ്യാപികയെ അറസ്റ്റ് ചെയ്തില്ല? സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും പ്രതി ഹൈക്കോടതിയെ സമീപിക്കുന്നതുവരെ പോലീസ് എന്തിനു കാത്തിരുന്നു? സംഭവം നടന്ന് 20 ദിവസത്തിന് ശേഷമാണ് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. ആ ദിവസങ്ങളിലൊന്നും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. ശേഷം ഹൈക്കോടതിയെ സമീപിക്കുന്നതുവരെ പോലീസ് കാത്തുനിന്നു. ഒടുവിൽ ഇപ്പോൾ കേസ് പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന നിർദ്ദേശം പോലീസിന് ഹൈക്കോടതി നൽകി. പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. 3 മാസം പിന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് പോലീസ് കടുത്ത നടപടി അവർ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കേസ് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം സ്കൂളിനെതിരെയും അതോടൊപ്പം തന്നെ അധ്യാപകരുടെ വീട്ടിലേക്ക് ഉൾപ്പെടെ മാർച്ച് നടത്താൻ ആവശ്യമുള്ള നടപടി ഞങ്ങൾ ആലോചിക്കും. അതുകൊണ്ട് പോലീസ് ഇന്നുള്ള ഈ അനാസ്ഥ മാറ്റി അടിയന്തരമായിട്ട് അധ്യാപകരെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള നടപടി സ്വീകരിക്കണം. മനോവിഷമത്തെ തുടർന്ന് അതിക്രമത്തിനിരയായ വിദ്യാർത്ഥിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി. കേസിലെ പ്രതി പ്രധാനാധ്യാപിക എല്ലാ അവകാശങ്ങളോടും കൂടി സ്കൂളിൽ തിരികെ പ്രവേശിച്ചു. ഇതാണ് സംഭവത്തിലെ ആകെ തുക. ഒരധ്യാപിക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റം, ഒരിക്കലും ആവർത്തിക്കപ്പെട്ടുകൂടാത്ത കുറ്റകൃത്യം. ആ സംഭവത്തിലാണ് പോലീസിന്റെ ഗുരുതര വീഴ്ചയുണ്ടായത്. ഇനിയും പോലീസിന് സമയമുണ്ട്. കേസിൽ ഉണർന്നു പ്രവർത്തിക്കണം. അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക അന്തരീക്ഷത്തിന് ഒട്ടും യോജിക്കാത്തതാണ് കാസർകോട്ടെ ചിറ്റാരിക്കലിൽ ഉണ്ടായത്. മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും നോക്കി നിൽക്കെ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ഒരു 5ാം ക്ലാസ്സുകാരന്റെ മുടിമുറിച്ച സംഭവം ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു വിദ്യാർത്ഥിക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് എന്ന് പറഞ്ഞത് അവിടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് മുതലെടുക്കുക എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് നിയോജിച്ചതല്ല. ഡിലേ ആകുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഒരു ക്രമക്കേട് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു അപമാന പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ അതിന് സാഹചര്യം അനുസരിച്ചിട്ട് അതിന് നടപടി എടുക്കേണ്ടതാണ്. ഒരു സ്കൂളിനൊരു യൂണിഫോം ഉണ്ടാവുമല്ലോ, അപ്പോൾ മുടിയൊക്കെ അങ്ങനെ മുറിക്കേണ്ട മറ്റുള്ള കുട്ടികളുടെ രീതിയിൽ മോശമായി ചിത്രീകരിക്കേണ്ട ഒരു കാര്യമില്ല. പറഞ്ഞ് മനസ്സിലാക്കി മാതാപിതാക്കൾക്ക് പറഞ്ഞ്, ഇപ്പോഴത്തെ കാലമല്ല അങ്ങനെ മുടിയൊക്കെ പല രീതിയിൽ വെക്കുന്നത്. കുട്ടികളെ ബോധവൽക്കരിക്കുക കൂടുതലായിട്ടും. കാരണം വീട്ടിൽ രക്ഷിതാക്കൾ ബോധവൽക്കരിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഉള്ള അതിക്രമം ഏത് വിധേനയും നമ്മൾ ചെറുക്കേണ്ടതാണ്. കുട്ടികൾക്ക് ആ ഒരു വിദ്യാഭ്യാസം എത്തുന്നില്ല. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒരു നല്ല നിലയിലേക്ക് എത്തിക്കുക, അത്രയേ ഉള്ളൂ. മുമ്പിൽ വെച്ചിട്ട് മുറിച്ചത് തെറ്റായ അഭിപ്രായമാണ്. എന്നാലും ഇത് പറഞ്ഞ് ഏൽപ്പിക്കുക ടീച്ചർമാർക്ക്. എന്നാൽ ഇത് മുടി മുറിച്ചത് കുറ്റകൃത്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.